നമസ്കാരം. ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ തടവ് കാലം പൂർത്തിയാക്കും മുൻപ് തന്നെ പുറത്തിറങ്ങിയേക്കുമെന്ന വാർത്തകൾക്കിടയിലാണ് അട്ടക്കുളങ്ങരയിലെ സഹ തടവുകാരിയായിരുന്ന സുനിത ചില വെളിപ്പെടുത്തലുകളുമായി പുറത്തുവന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജയിൽ ജീവനക്കാരുടെയും ഒത്താശയോടുകൂടി VIP പരിഗണനയിൽ ജയിലിൽ ജീവിച്ച ഷെറിനെ കുറിച്ചാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ. DIG പ്രദീപുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധം ഷെറിൻ തന്നോട് തുറന്നു പറഞ്ഞുവെന്നുമാണ് സുനിതയുടെ വെളിപ്പെടുത്തൽ. പ്രദീപ് സാറുമായി മൊബൈൽ ഫോണിൽ നിരന്തരം സംസാരമുണ്ടായിരുന്നു. സാർ എല്ലാ ആഴ്ചയും വരും, വൈകിട്ട് 6 മണിയോടെ ജയിലിലെത്തും, മറ്റ് വനിതാ ജീവനക്കാരുമായി സംസാരിച്ചിരിക്കും, പിന്നാലെ 7 മണിയോടടുത്ത് ഷെറിനെ സെല്ലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകും, മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചെത്തിക്കുന്നത് എന്നും സുനിത വെളിപ്പെടുത്തുന്നു. മറ്റ് തടവുകാർക്കൊന്നും ലഭിക്കാത്ത സൗകര്യങ്ങളായിരുന്നു ഷെറിന് അവിടെ ലഭിച്ചിരുന്നത്. 3 നേരം പുറത്തു നിന്നുള്ള സുഭിക്ഷമായ ഭക്ഷണം, സ്വന്തമായി മൊബൈൽ ഫോൺ, 10-10,000 രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ, വീട്ടിൽ നിന്നും കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, ഓഫീസിൽ നിന്നും സെല്ലിലേക്ക് നടക്കാൻ കുട, അങ്ങനെ പുറത്തെങ്ങനെയാണോ ജീവിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ജയിലിനകത്തും ഷെറിൻ കഴിഞ്ഞത് എന്ന് സുനിത പറയുന്നു. ഇതിനെതിരെ പരാതിപ്പെട്ടപ്പോൾ എന്തിനാണ് തന്നെ ഉപദ്രവിക്കുന്നത് എന്നും ജയിലിൽ നിന്നിറങ്ങാൻ സഹായിക്കാമെന്നും ഷെറിൻ വാഗ്ദാനം ചെയ്തതായും സുനിത പറഞ്ഞു. പ്രദീപ് സാർ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, പതിവായി ഫോണിൽ സംസാരിക്കാറുണ്ട്, നല്ല ബന്ധത്തിലാണ് എന്നും ഷെറിൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സുനിത വെളിപ്പെടുത്തുന്നു. പുറത്തു നിന്നും കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ ഷെറിൻ തന്നെ ക്ഷണിച്ചിരുന്നു, പക്ഷെ താൻ പോയിട്ടില്ല എന്നും സുനിത പറഞ്ഞു. ഷെറിന്റെ സഹതടവുകാരി രമ്യയെ കൊണ്ടാണ് ഡ്രസ്സ് നിർബന്ധിച്ച് കഴുകിക്കാറുള്ളത് എന്നും സുനിത manora-news.com-നോടാണ് പറഞ്ഞത്. ഭീഷണിപ്പെടുത്താതെ തന്നെ ഷെറിന്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ജയിലിൽ ആളുകളുണ്ട്. ഷെറിൻ ആരോടും വഴക്കിടുന്ന സ്വഭാവക്കാരിയല്ല, അതിന്റെ ആവശ്യവും ഉണ്ടാവാറില്ല. എല്ലാവരോടും സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറാറുള്ളത്. ഷെറിനെ ലോക്കപ്പ് ചെയ്യാറില്ല. ഉദ്യോഗസ്ഥരോടൊപ്പവും തയ്യൽ ക്ലാസ്സിലുമൊക്കെയായി ഓടി നടക്കും. പുറത്തു നിന്നും ഭക്ഷണം കൊണ്ടുവരുന്നതിനെതിരെ താൻ പരാതി കൊടുത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഷെറിൻ ജയിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. ജഡ്ജി സുനിൽ തോമസ് സാർ വന്ന ദിവസവും ജയിൽ ഭക്ഷണം കഴിച്ചു. ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ കുറിച്ച് ഷെറിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും സുനിത പറഞ്ഞു. സുനിത വിയൂർ ജയിലിൽ നിന്നും നിരാഹാരം കിടന്നു വന്ന വ്യക്തിയാണ് എന്നും വലിയ സൗഹൃദത്തിനൊന്നും പോകേണ്ട എന്നുമായിരുന്നു ഷെറിന് ലഭിച്ച ഉപദേശം. എത്രയോ തടവുകാർ മാനസാന്തരം വന്ന ജയിലിനകത്തുണ്ട്, അവർക്കൊന്നും തന്നെ പരോളില്ല. ഷെറിന് ഇഷ്ടം പോലെ പരോളാണ്. എമർജൻസി പരോളും ഓർഡിനറി പരോളും ഉൾപ്പെടെ പലവട്ടം അവർ ജയിലിന് പുറത്തു പോയി. എല്ലാം ആർമാദിച്ച് ജീവിക്കാനാണ്. ജയിൽവാസം അനുഭവിക്കുന്ന മറ്റു പലരും അവരുടെ മക്കൾക്കൊപ്പമോ ഭർത്താവിനൊപ്പമോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാണ് പരോൾ ആഗ്രഹിക്കുന്നത് എന്നും സുനിത പറഞ്ഞു. ഷെറിൻ ജയിൽ മോചിതയാകാൻ ആഗ്രഹിക്കുന്നത് പാറിപ്പറന്ന് നടക്കാനാണ്. ചെയ്ത തെറ്റിന് ജയിലിൽ അടയ്ക്കുന്നത് പരിവർത്തനമുണ്ടാവാനാണ്. തടവുകാരെ ചൂഷണം ചെയ്യുകയാണ് ജയിൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അട്ടക്കുളങ്ങരയിലെ വനിതാ ജീവനക്കാരിൽ 2-3 പേർ മാത്രമാണ് അവരിൽ നിന്നും പണം വാങ്ങാതെയും സഹായം ചെയ്തു കൊടുക്കാതെയുമുള്ളത്. ബാക്കി എല്ലാവരും ഷെറിനെ പിന്തുണയ്ക്കുന്നവരാണ്. ജയിൽ സൂപ്രണ്ടൊക്കെ ഒരു ചെറിയ കുട്ടിയെപ്പോലെ കൊഞ്ചിക്കുന്ന പോലെയാണ് ഷെറിനോട് സംസാരിക്കുന്നത് എന്നും ഷെറിൻ പ്രദീപ് സാർ ബന്ധത്തെക്കുറിച്ചുള്ള പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നുവെന്നും സുനിത വ്യക്തമാക്കുന്നു. 2015-ലാണ് 4 മാസക്കാലം സുനിത അട്ടക്കുളങ്ങരയിൽ ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത സെല്ലിൽ കണ്ട കാഴ്ചകളാണ് സുനിത വെളിപ്പെടുത്തുന്നത്. ഷെറിന്റെ തൊട്ടടുത്ത സെല്ലിലായിരുന്നു സുനിതയുണ്ടായിരുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുമായും പുറത്തുള്ളവരുമായും സ്വാധീനമുള്ളത് കൊണ്ടാണ് ഷെറിന് സെല്ലിൽ VIP പരിഗണന ലഭിച്ചത് എന്നും സുനിത പറയുന്നു. സെല്ലിൽ കാൽമുട്ടിനേക്കാൾ ഉയരമുള്ള വലിയൊരു ബക്കറ്റ് നിറയെ ഷെറിന്റെ സാധനങ്ങളാണ്. ചിക്കൻ ബിരിയാണിയും മസാല ദോശയും ഉൾപ്പെടെയാണ് പുറത്തു നിന്നും കൊണ്ടുവരുന്നത്. മാഡം, എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ഓർഡർ ചെയ്ത് കൊണ്ടുവരും. പ്രദീപ് സാറിനെതിരായ പരാതി പുറത്തേക്ക് പോയപ്പോൾ അദ്ദേഹം വന്ന് തന്നെ ചോദ്യം ചെയ്തിരുന്നു. പരാതി അയച്ചതിന്റെ പിറ്റേ ദിവസം 11:30-ക്ക് സൂപ്രണ്ട് മുറിയിലേക്ക് വിളിപ്പിച്ചു. പരാതിക്കത്ത് പുറത്തേക്ക് അയക്കാൻ സുനിതയെ സഹായിച്ച ജയിൽ സ്റ്റാഫ് ആരാണെന്നായിരുന്നു പ്രദീപ് സാറിന് അറിയേണ്ടിയിരുന്നത്. പേര് പറഞ്ഞില്ലെങ്കിൽ സുനിത ഇവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്നും പ്രദീപ് സാർ പറഞ്ഞു. ആ പരാതി കൊടുക്കുന്ന സമയം ഷെറിൻ പരോളിൽ പോയിരുന്നു. തിരിച്ചു വന്നത് 2500 രൂപ വില മതിക്കുന്ന പേനയുമായിട്ടാണ്. പേന തനിക്ക് തന്നു.
തനിക്കെതിരെ പരാതി എഴുതാൻ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേന കൈമാറിയത്. പ്രതി ഷെറിന് ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് ഇളവ് ചെയ്ത് ജയിലിൽ നിന്ന് വിട്ടയക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് അടുത്തയിടെ വിവാദമായ കാര്യമാണ്. കണ്ണൂർ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയും നിയമവകുപ്പിന്റെ അഭിപ്രായവും പരിഗണിച്ചുകൊണ്ടായിരുന്നു തീരുമാനം. 3 ജീവപര്യന്തം തടവാണ് 2010 ജൂണിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് അതിവേഗ കോടതി വിധിച്ചത്. ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതിയെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജീവപര്യന്തം തടവ് ശിക്ഷ എന്നാൽ ജീവിതാവസാനം വരെയുള്ള തടവാണ് എങ്കിലും 14 വർഷം ജയിലിൽ കഴിഞ്ഞാൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാരിന് പരിഗണിക്കാം. ഷെറിൻ 14 വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 8 ചേർന്ന ജയിൽ ഉപദേശക സമിതി വിട്ടയക്കാൻ ശുപാർശ ചെയ്തത്. സംസ്ഥാനത്തെ ജയിലുകളിലെ ജീവപര്യന്തം തടവുകാരായ വനിതകളിൽ ഏറ്റവും കൂടുതൽ പരോൾ ലഭിച്ചവരിൽ ഒരാൾ ഷെറിനാണ്. പലപ്പോഴായി 1 വർഷത്തിലേറെ സമയം ഇവർ പരോളിലായിരുന്നു. ശിക്ഷിക്കപ്പെട്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു ഷെറിൻ. പിന്നീട് തൃശൂർ വിയ്യൂർ ജയിലിലേക്കും പിന്നാലെ അട്ടക്കുളങ്ങരയിലേക്കും മാറ്റി. 2 വർഷം മുൻപ് കണ്ണൂർ വനിതാ ജയിലിലേക്ക് ഷെറിനെ മാറ്റി. 2009 നവംബർ 8 രാവിലെയാണ് ഭാസ്കര കാർണവരെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മകൻ ബിനു പീറ്റർ കാർണവർ, മരുമകൾ ഷെറിൻ, കൊച്ചുമകൾ ഐശ്വര്യ അന്ന കാർണവർ എന്നിവരുടെ പേരിൽ കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദ് ചെയ്തതിലുള്ള വിരോധം മൂലം ഷെറിൻ മറ്റു പ്രതികളായ ബാസിദ് അലി, നിതിൻ, ഷാനു റഷീദ് എന്നിവരുടെ സഹായത്തോടെ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 3 പേരും ഇപ്പോൾ ജയിലിലാണ്.